ഞാൻ ഈ തള്ളിമട കാസർഗോട്ട് ഒരു ഇനാഗ്രേഷന് പോയ വ്ളോഗ് ഓളോളെ ചെങ്ങാച്ചിന്റെ പേരിലാണ് നിൽക്കണം. അപ്പൊ അതിനെടുക്കാൻ വേണ്ടിട്ട് പോവാൻ ഓളെ വല്ല ബാഹുബലിയിലൊക്കെ നടി വരുന്ന പോലെ ബാഗ് കുടിച്ചാൻ ഒരാൾ ചെരുപ്പ് കുടിച്ചാൻ ഒരാൾ എന്താളുണ്ടായിട്ട് എന്താ ഇതല്ല പോലെ ചെങ്ങാച്ചിന്റെ പേരിൽ ഷാമ്പൂന്റെ കുപ്പിയിൽ പെനോയിൽ ഒഴിച്ചു ഇപ്പൊ പെനോയിലോണ്ട് കുളിച്ച് വരുന്ന വരവാണ്. കേറി പറഞ്ഞ ആ തള്ള ഞാൻ കറുത്തുകൊണ്ട് പറഞ്ഞിട്ട് ഇന്ന ഡിപ്രഷനായി. നമ്മൾ ഡിപ്രഷനായി കണ്ട് കുറച്ചേരാണ് കടന്നു ബൈക്ക്. പിന്നെ രണ്ടാമത്തെ കോട്ട് വണ്ടിയിൽ നിന്ന് കണ്ടിട്ട് കുറച്ചേനെ പോരൊക്കെ ചായ അടിച്ചിറങ്ങി. നമ്മൾ കറുത്തുകൊണ്ട് പറഞ്ഞോണ്ട് നമ്മൾ ഡിപ്രഷനായിട്ട് നമ്മൾ ഇനി മുതൽ ഡേറ്റ് രാത്രി ഒരു പീഡിപ്പായും കണ്ട ഒരു ബിരിയാണി ഒരു വിത്തോട്ട് ഓറഞ്ച് ജ്യൂസാണ്. കാസർഗോഡ് എത്തിയിട്ട് റൂം തെരഞ്ഞാണ്ട് നടക്കുക. കാസർഗോഡ് ആരും പെരെ കടന്നുറങ്ങില്ലാന്ന് തോന്നുന്നു. ഒക്കെ ഹോട്ടലിൽ കടന്നു. ഇവർ ഇനി അവിടെ റൂം കിട്ടാന്ന് ചോദിച്ചിറങ്ങിക്കുക. ഒരു പറയണൊന്നും മനസ്സിലാവാൻ ഇവനെ ഒക്കെ അഭയ പറഞ്ഞു പോകും. ഹോട്ടലായ ഹോട്ടലുകളിലൊക്കെ കയറി നോക്കി. എല്ലായിടത്തും കയറിയാലും ഇതാ അവസ്ഥ. അവസാനം കിട്ടിയ ലോഡ്ജിൽ റൂം ഇട്ടുകാണ്ട് കടന്നുറങ്ങി. രാവിലെ നീച്ച് മാറിന്റെ റൂം പോയപ്പോ ഇതാണ് അവസ്ഥ. പുഷ്പലത ചേച്ചി ടീം 4 മണിക്കൂറായി ഇതിന്റെ മേത്ത് പുട്ടിയടിക്കൽ തുടങ്ങി. നമ്മുടെ ഡെലൂഷന്റെ ഇനോഗ്രേഷൻ ആണ് വന്നിക്കുന്നത്. സ്നേഹത്തിന്റെ കാര്യത്തിൽ കണ്ണൂർ കാസർഗോഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കടൽ കടിച്ചു കണ്ട് നമ്മളതിന്റെ ഉള്ളിൽ കിടക്കുക. അന്നിക്കണ ഇവിടുത്തെ DYSP സിനിമ നടഞ്ഞാണ്. അതിന്റെ ഉള്ളിൽ പിന്നെ ചറ ഫോട്ടോ എടുക്കലേ. മെഹറിനൊക്കെ ഒരു കൂട്ട് താത്താരാണ് കൊണ്ടുപോയിക്കുന്നത്. നമ്മൾ മെല്ലെ സൈഡ് അയ്യോ അല്ലെങ്കിൽ താത്താരുടെ നമുക്ക് റീച്ചില്ലല്ലോ. ഡെലൂഷനെ പറ്റി പറയാനാണെങ്കിൽ കിടിലൻ കളക്ഷൻ. ഇതേപോലത്തെ സിമ്മർമാൻ ക്ലോത്ത് ഫുൾ ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് എന്താണെന്ന് അറിയാത്ത തള്ളാർക്ക് വേണ്ടിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനം മിയു പോലത്തെ കുറെ അധികം കൊറിയൻ ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്. BTS ആർമി എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം. കൊറിയൻ പെണ്ണുങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല. അതിനെന്തിനാ ഈ അണ്ണാച്ചി പെണ്ണ് നോക്കുന്നത്? ആ ഓളെ പോലത്തെ പറ്റിയ സാധനങ്ങളുണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും ഇവിടുത്തെ കളക്ഷൻ നല്ലതാണ് പറ്റി. ഇവർക്ക് ഓൺലൈനായിട്ട് പരിപാടി ഉണ്ട്. എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് ഓരോ പേജിക്കാണ് മെസ്സേജ് ആക്കിയാൽ മതി. അത് കഴിഞ്ഞാണ്ട് കാസർഗോഡത്തെ ഇൻഫ്ലുവൻസർമാർ ഓൾറെഡി നമുക്ക് പിടിച്ചിക്കാൻ കഴിയൂല. കണ്ടില്ല നിലവിളക്കാളടിയിൽ ഒരു കരിവിളക്ക്. അത് കഴിഞ്ഞാണ്ട് സ്റ്റേജ് കറിയാണ്ട് ഞാനും വേറെ ഒന്ന് മെയിനായി. അപ്പൊ ബാക്കി നാളെ